YMCA മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ രണ്ടാമത് സെമിനാർ ആരംഭിക്കുകയാണ്. നമുക്കൊരു മൗന പ്രാർത്ഥനയോടെ തുടങ്ങാം. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ്. എല്ലാവർക്കും ഇരിക്കാം. കോവിഡ് രണ്ടാം തരംഗവും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. ആദ്യമായി മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ TC ജേക്കബ് സ്വാഗതം പറഞ്ഞ് ഇതാരംഭിക്കും. വേദിയിലുള്ള YMCA പ്രസിഡന്റ് IP എബ്രഹാം, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ PT തമ്പി, ഡോക്ടർ സുനിൽ മാത്യു, തിരുവല്ല YMCA മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൺലൈൻ സെമിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിഡ് വാക്സിൻ വസ്തുത, ആശങ്ക, സാധ്യത എന്ന വിഷയത്തെപ്പറ്റി കഴിഞ്ഞ മാസം ആദ്യം YMCAയിൽ വെച്ച ഒരു ബോധവൽക്കരണ ക്ലാസ് മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ മാത്യു വാക്സിനേഷനെ പറ്റി വളരെ വിലപ്പെട്ട അറിവുകൾ നൽകിയിരുന്നു. വാക്സിനേഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഡോക്ടർ ആധികാരികമായി നമ്മെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. അന്ന്, അതായത് മാർച്ച് മാസം ആദ്യം, ഏതാണ്ട് 5000-ൽ താഴെ രോഗികൾ മാത്രമേ പ്രതിദിനം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ച് ഇന്നലെ 38,607 കോവിഡ് രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി നാം വായിക്കുകയുണ്ടായി. ഇന്ന് കോവിഡിൻ്റെ രണ്ടാം തരംഗവും കഴിഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഭയവും ആശങ്കയും സംശയങ്ങളും വർദ്ധിച്ചു വരികയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തന്ന് നമ്മെ സഹായിക്കുന്നതിനുമായിട്ട് ഇന്ന് ഓൺലൈൻ മീറ്റിങ്ങിന് എത്തിയിരിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ മാത്യു തന്നെയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. ദീർഘകാലം തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ സേവനം ചെയ്ത് വിരമിച്ച ശേഷം ഇപ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി സേവനം ചെയ്തു വരികയാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ മാത്യു സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ആമുഖ പ്രഭാഷണത്തിന് ശ്രീ IP എബ്രഹാം, YMCA പ്രസിഡന്റ്. YMCA മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ PT തമ്പി, കൺവീനർ മിസ്റ്റർ TC ജേക്കബ്, ഡോക്ടർ സുനിൽ മാത്യു ആൻഡ് ഡിയർ ഫെലോ മെമ്പേഴ്സ് ഓഫ് തിരുവല്ല YMCA. വളരെ ഒരു വിജനമായ ഒരു YMCA ആണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. സാധാരണ ഏപ്രിൽ മാസം നമ്മൾ ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു മാസമാണ്. ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നൊരു സമയമാണ് ഏപ്രിലിൽ. സമ്മർ കോച്ചിങ് ക്യാമ്പിൽ സാധാരണ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയാണ് നമ്മളിവിടെ സാധാരണ കാണുന്നത്. ഷട്ടിൽ ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല രീതിയിലുള്ള കോച്ചിങ് ക്യാമ്പ്സ് നമ്മളിവിടെ നടത്താറുണ്ട്. എങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം നമ്മൾ അവസാനം ഈയിടെ നടന്നുകൊണ്ടിരുന്ന ഷട്ടിൽ ബാഡ്മിൻ്റൺ ആയിരുന്നു, അതും നിർത്തി. എങ്കിലും ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുകയാണ്. ഈ കൊറോണ ഇങ്ങനെ പടർന്ന് വരുന്ന ഒരു കാലത്ത് നമുക്ക് ലാക്ക് ഓഫ് ഇൻഫർമേഷനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഓവർഡോസാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഇൻഫർമേഷനും നോളജും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. ഫോൾസ് ഇൻഫർമേഷനാണ് ഇപ്പം പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും ഈ വാക്സിനെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ വളരെ അവെയറാണ്. എങ്കിൽ പോലും ഫോൾസ് ഇൻഫർമേഷൻ നമ്മുടെ ഒരു അജ്ഞതയെക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. പക്ഷേ അജ്ഞത, ഒരു ഇഗ്നറൻസ് ആണെങ്കിൽ നമ്മൾ കാര്യം അറിയത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇഫ് ഇറ്റ്സ് ഓൺ വാട്സാപ്പ് ഇറ്റ് മസ്റ്റ് ബി ട്രൂ എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. എന്ത് സോഷ്യൽ മീഡിയ കണ്ടാലും ആൾക്കാരത് വിശ്വസിക്കും. ഈ മിസ്ഇൻഫർമേഷൻ തന്നെ ഒരു വലിയൊരു വൈറസാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മെഡിക്കൽ എയ്ഡ് കമ്മിറ്റി ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ വെക്കുന്നത്. നമ്മുടെ YMCAയുടെ പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും WHO മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെയും ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. ഇതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാളെയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നിവിടെ ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത മെഡിക്കൽ എയ്ഡ് കമ്മിറ്റിയുടെ
convener and the chairman, YMCA secretaries, YMCA board members. ഇത് ടെക്നിക്കലി ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹരീഷ്, മിസ്റ്റർ ജോസ് കെ ജോർജ്, ഇവരോടെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. വിഷയാവതരണത്തിന് ഡോക്ടർ സുനിൽ മാത്യു അവരുകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുവല്ല YMCA പ്രസിഡൻറ്റ്, സെക്രട്ടറി തമ്പി സാർ, മറ്റ് ഭാരവാഹികളെ, രണ്ടാമതൊരു അവസരം കൂടി നിങ്ങളോട് പറയുന്നതിനായിട്ട് നൽകി തന്ന അവസരത്തിന് വേണ്ടി ആദ്യമായി നന്ദി പറഞ്ഞു കൊള്ളട്ടെ. തമ്പിച്ചായൻ എന്നോട് പറഞ്ഞത് സെക്കൻഡ് വേവ് ഓഫ് കൊറോണ ഡിസീസ് എന്നുള്ളതാണ്. എന്താണ് ഈ സെക്കൻഡ് വേവ്? നമുക്ക് സുനാമി കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് സുനാമി എന്ന് പറഞ്ഞാൽ. കാരണം സുനാമിയുടെ സമയത്ത് ഞാൻ അവിടെ പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ സുനാമി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു വാർണിംഗ് സുനാമിയാണ് വരുന്നത്. 1-2 തിരകൾ. അതുപോലെയാണ് നമുക്ക് കോവിഡ് വന്നിരിക്കുന്നത്. 1-2 തിരകൾ വന്നു, അതങ്ങ് ശാന്തമായി. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന തിരകൾ ആണ് നമ്മൾക്ക് മാരകമായിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പം നമ്മൾക്ക് സുനാമി വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ സുനാമി വന്നു, അല്ലെങ്കിൽ കൊറോണ വന്നു, അതങ്ങ് സബ്സൈഡ് ചെയ്തു, നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ അതിലും ഏറ്റവും കൂടിയ ഒരു വരവാണ് തിരിച്ചു വന്നിരിക്കുകയാണ് കൊറോണ വൈറസ്, അല്ലെങ്കിൽ കൊറോണ മഹാമാരി. എന്താണ് ഇതിൻ്റെ കാരണം? ഈ രണ്ടാമത് വന്നിരുന്ന വ്യാധി അല്ലെങ്കിൽ ഈ മഹാമാരിയാണ് നമ്മുടെ സെക്കൻഡ് വേവ് ഓഫ് കൊറോണ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ കൊറോണ ഡിസീസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഈ വൈറസ് ഒരു RNA വൈറസാണ്. RNA വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ RNA വൈറസ് പെട്ടെന്ന് പെറ്റി വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന വൈറസ്, ചുമയൊക്കെ ഉണ്ടാക്കുന്ന അതെല്ലാം ഈ RNA വൈറസാണ്. ഈ RNA വൈറസ്, ചില വൈറസ് നമുക്ക് ഭയങ്കരമായിട്ട് ദൂഷ്യം ചെയ്യും, ചില വൈറസ് ഒരു കാരണവശാലും ദൂഷ്യം ചെയ്യത്തില്ല. പക്ഷേ ദൂഷ്യം ചെയ്യുന്ന ഒരു വൈറസാണ് നമ്മൾക്കുണ്ടായിരിക്കുന്നത്, അതായത് കൊറോണ വൈറസ്. ആ കൊറോണ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ദൂഷ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മളെ ശ്വാസകോശമാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ വൈറസിനെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്ക് പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ വൈറസ് സാധാരണഗതിയിൽ പെറ്റുവരും, എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കാര്യം എന്നുള്ള ജനിതക മാറ്റം വരും. അതായത് ഒരു ജീൻസ് ഒരു വൈറസിനകത്തുണ്ടെങ്കിൽ അത് പെറ്റുവരുമ്പോൾ ആ 2 ജീൻസ് കൂടി വേറെ ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ വൈറസാണ് ഏറ്റവും അപകടകാരി. ആ ടൈപ്പ് ഓഫ് വൈറസാണ് നമുക്ക് ഈ സെക്കൻഡ് വേവിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഈ വൈറസിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ജനറ്റിക് വേരിയേഷൻ ഈ വൈറസിന് വന്നിട്ടില്ല. അത് പത്തനംതിട്ടക്കാരുടെ ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഇതുവരെ അത് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ജനറ്റിക് വൈറസിൻ്റെ ജനിതക മാറ്റം നടന്നിട്ടുള്ള വൈറസിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള RNA വൈറസിനേക്കാളും വളരെ ശക്തിയേറിയ ഇതായിരിക്കും. ജസ്റ്റ് ലൈക്ക് എ സെക്കൻഡ് വേവ് സുനാമി എന്ന് പറയുന്നതിനോട് വളരെ ശക്തിയേറിയായിട്ടുള്ള കാര്യങ്ങൾ, ശരീരത്തിൽ മാരകമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയ ആ വൈറസ് പോകുള്ളൂ. ഈ വൈറസ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? ഒന്ന്, ഇത് നമ്മളെ ശരീരത്തിൽ കടന്നാൽ പെറ്റുപെരുകി നമ്മുടെ ശ്വാസകോശത്തിന് പ്രശ്നങ്ങളാണ്. അതായത് ന്യൂമോണിയ എന്നുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. സാധാരണ വൈറസൊക്കെ ന്യൂമോണിയ മാത്രം ഉണ്ടായി നമുക്ക് ചികിത്സിച്ചങ്ങ് ഭേദമാക്കാവുന്നതാണ്. പക്ഷേ കൊറോണ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് നമ്മളുടെ ശരീരത്തിലെ ചില പ്രത്യേകതരമായിട്ടുള്ള സൈറ്റോക്കിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വൈറസ് കയറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടായി നമ്മളുടെ പൾമണറി ആർട്ടറീസ്, അതായത് ശ്വാസകോശത്തിലുള്ള ഓക്സിജൻ വരികയും ഓക്സിജൻ കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടുള്ള പൾമണറി ആർട്ടറീസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അങ്ങനെ ശ്വാസം മുട്ടുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ്റെ അളവ് അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമ്പോൾ, അതാണ് ഈ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള വൈറസുമായിട്ട് നോക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, പൾമണറി ആർട്ടറി ബ്ലഡ് വെസൽസിനകത്ത് രക്തം കട്ടപിടിച്ച് നമുക്ക് ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ICU മാറ്റി പൾസ് ഓക്സിമീറ്ററും ഒക്കെ കൊടുത്ത് നമ്മൾ ഓക്സിജൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നത്. അതാണ് ഈ കൊറോണ വൈറസിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ കൊറോണ വൈറസ് മാരകമായിട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ രണ്ടാമത് വരുന്ന ഈ ജനറ്റിക് വേരിയേഷനുള്ള വൈറസ് വളരെ പൊട്ടൻ്റായിട്ടുള്ള വൈറസാണ്. പെട്ടെന്ന് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വൈറസ് വളരെ അപകടകാരിയാണ് എന്ന് ഞാൻ പറയുന്നു. എന്താണ് ഈ സെക്കൻഡ് വേവ് ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ ഏകദേശം കഴിഞ്ഞ വർഷം പകുതി ആയപ്പോഴത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വന്ന് വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് വൈറസ് ഉണ്ടായത് അല്ലെങ്കിൽ സെക്കൻഡ് സുനാമി ഉണ്ടായത്? കഴിഞ്ഞ വർഷം സമ്മർ, ഓട്ടം ആ സമയത്തൊക്കെ നമ്മൾക്ക്
എല്ലാവർക്കും ഈ വൈറസ് ഉണ്ടായി. നമ്മുടെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് തീരുമാനിച്ചു, നിങ്ങളെല്ലാവരും ക്വാറൻറ്റൈനിൽ പോകണം, വെളിയിൽ ഇറങ്ങരുത്, ലോക്ക്ഡൗണ്, ലിക്വേഴ്സ്, ബാർസ്, അതുപോലെ തന്നെ ഗ്യാതറിങ്സ്, മാരേജസ്, സിനിമ മാൾസ്, എവറിത്തിങ് ഹാസ് ബീൻ ഷട്ട് ഡൗൺ. എല്ലാ ആൾക്കാരും വെളിയിൽ ഇരിക്കുകയായിരുന്നു. സോ വി ആർ ഡൂയിങ് ദ ഇൻസ്ട്രക്ഷൻ, വി ആർ ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻസ് അഡ്വൈസ്ഡ് ബൈ ദ ഗവൺമെൻറ്. സോ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾ ദീസ് തിങ്സ് ഹാസ് കം ഡൗൺ. ദാറ്റ് കൊറോണ വൈറസിൻ്റെ സ്പ്രെഡ് കുറഞ്ഞു. സോ സ്പ്രെഡ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, IT-കാരും വെളിയിൽ പോയിട്ടില്ല. എല്ലാം ചെറുപ്പക്കാരാണ് IT-കാരെന്ന് പറഞ്ഞാൽ. അവരെല്ലാം വീടുകളിലിരുന്ന് അവരുടെ ജോലികൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വെളിയിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കുറഞ്ഞു, ഗ്യാതറിങ്സ് കുറഞ്ഞു. ഇതെല്ലാം കൊണ്ട് ഫസ്റ്റ് വേവ് ഓഫ് കൊറോണ വൈറസ് ഹാസ് കം ഡൗൺ. സോ ഇത് താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിച്ചു ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ഏതായാലും കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 2021 ആദ്യത്തെ മാസങ്ങളിൽ എഗെയിൻ ഇത് പിന്നെയും ഉണ്ടായി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിന് വെളിയിൽ പോകുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. നമ്മളുടെ മാൾസ് എല്ലാം തുറന്നു, നമ്മളുടെ പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, നമ്മുടെ ഗ്യാതറിങ്സ് കൂടി, ടൂറിസ്റ്റ് തുടങ്ങി, അതുപോലെ തന്നെ മറ്റുള്ള ഒത്തുചേരൽ തുടങ്ങി, കല്യാണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് നേരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ചില ആൾക്കാർക്ക് ആർക്കെങ്കിലും വൈറസ് കാണും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഉണ്ടായ വൈറസ് മറ്റുള്ളവരിലേക്ക് പകർന്ന് ഇവിടെ മൊത്തം വ്യാപിച്ചു. ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡ് വേവ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടാമത് ഉണ്ടാകുമ്പോഴത്തേക്ക് വൈറസ് പെട്ടെന്ന് പെറ്റുപെരുകുമ്പോഴത്തേക്ക് ഇതിന് ജനിതക മാറ്റം ഉണ്ടാകും. ജനിതക മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ കിട്ടുന്ന വൈറസ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷണൽ വൈറസാണ്. അതാണ് ഇത് ഇത്ര മാരകമായിട്ട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ഒരു കാര്യം, ഗവൺമെൻറ് എത്ര റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാൻഡമിക് ഫറ്റീഗ് എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എല്ലാ മനുഷ്യനിലും ഉള്ളതാണ്. എത്ര നാൾ നമ്മളിങ്ങനെ ഇരിക്കും? ഇപ്പോൾ ലോക്ക്ഡൗൺ പറഞ്ഞു, എത്ര നാൾ നമ്മളിരിക്കും? ഗവൺമെൻറ് പറയാൻ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ഗവൺമെൻറ് പറഞ്ഞാലും ഹൗ ലോങ് യു ആർ ഗോയിങ് ടു പ്രൊട്ടക്ട് യുവർ ബോഡി ഫ്രം ദ മാസ്ക്? ഹൗ ലോങ് യു ആർ നോട്ട് ഏബിൾ ടു മിങ്കിൾ വിത്ത് ദ അതർ പീപ്പിൾ? നമുക്ക് പറ്റില്ല. ദറ്റ് ഈസ് കോൾഡ് ദ പാൻഡമിക് ഫറ്റീഗ്. ഈ പാൻഡമിക് ഫറ്റീഗ് നമ്മളിലുണ്ടായി. ആ പാൻഡമിക് ഫറ്റീഗ് ഒന്ന് മാറ്റാനായിട്ട് നമ്മളെല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി വന്നു. അതാണ് സെക്കൻഡ് വേവിൻ്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രായമായവർ പറഞ്ഞാൽ കേൾക്കും, അവർ വീട്ടിലിരിക്കണമെന്ന് വെച്ചാൽ ഇരിക്കും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, പ്രായമായവർ ഒരു 60 വയസ്സിന് മുകളിലും 65 വയസ്സിന് മുകളിലുള്ളവരൊക്കെ വൈറസിന് വാക്സിൻ എടുത്തു കഴിഞ്ഞു. ആ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സമൂഹത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാർ പ്രായമായവരല്ല, ചെറുപ്പക്കാരാണ്. ആ പ്രായമായവർക്കൊക്കെ മിക്കവാറും ഇപ്പോൾ ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ വളരെ കുറവാണ്. അഥവാ ഇൻഫെക്ഷൻ ഉണ്ടായാൽ തന്നെയും അവർ ഒരു കാരണവശാലും അവരുടെ ഡിസീസസ് മാരകമായിട്ട് വന്നിട്ടില്ല. ഇന്ന് മാരകമായിട്ട് വന്നിരിക്കുന്ന എല്ലാം ചെറുപ്പക്കാരിലാണ്. എല്ലാവരും പറയും ചെറുപ്പക്കാരിൽ മാരകമാണെന്ന്. ചെറുപ്പക്കാരിൽ മാരകമായിട്ടല്ല, ചെറുപ്പക്കാരിൽ നമുക്ക് അന്നുണ്ടായതിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമാണ് നമുക്കുണ്ടായ ഒരു പ്രയാസം. അല്ലാതെ പെർസെൻറ്റേജ് ഓഫ് ഡെത്തോ കോംപ്ലിക്കേഷൻസോ ഒന്നും അത്ര കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ നമ്പർ ഓഫ് ഇൻഫെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്ര കൂടുതലായിട്ടില്ല. പക്ഷേ വരുന്നവർക്കൊക്കെ മാരകമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം മ്യൂട്ടേഷണൽ വൈറസാണ് ഉണ്ടാകുന്നത്. ഈ 3 കാരണങ്ങളാണ് നമ്മൾക്ക് ഇത് ഉണ്ടാകാൻ സാധ്യത. അപ്പം ഇതിൻ്റെയൊക്കെ രണ്ടാമത് ഉണ്ടാകാനുള്ള കാരണമൊക്കെ നമ്മൾ തന്നെയാണ് കാരണങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ 3 കാരണം: 1, വാക്സിനേഷൻ കഴിഞ്ഞവരിൽ വളരെ കുറവായിരുന്നു; 2, നമ്മുടെ റെസ്ട്രിക്ഷൻസ് മാറ്റി; 3, പാൻഡമിക് ഫറ്റിക്, മാസ്ക് ധരിക്കുന്നതും ഗ്യാതറിങ്സും എല്ലാം നമ്മൾ ഒഴിവാക്കി സാധാരണ ജീവിതത്തിലേക്ക് പോയി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ വൈറസ് രണ്ടാമതുണ്ടാകാനുള്ള കാര്യം. പിന്നെ നമ്മളീ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മളുടെ രാജ്യത്തിൽ ഈ ജനിതക മാറ്റം വരുത്തിയ വൈറസ് ഉണ്ടായി, നമ്മൾക്കൊരു കാരണവശാലും ഇത് കൺട്രോൾ ആകാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നെ ഗോ ടു ദ വെസ്റ്റേൺ കൺട്രീസ്, അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വൈറസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ 60 വയസ്സെന്നുള്ളൊരു കാര്യമല്ല വാക്സിനേഷൻ അവർ കൺട്രോൾ ചെയ്ത്. അവരെ ഹൂഎവർ ഈസ് അവിടെയുള്ള സിറ്റിസൻസിനും എക്സ്പാർട്ടേഴ്സിനും എല്ലാവർക്കും വാക്സിൻ കൊടുത്തു. വാക്സിൻ കൊടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നു, വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാകാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് 1, നിങ്ങൾക്ക് ഒരു കാരണവശാൽ ഈ രോഗം ഉണ്ടാകാതിരിക്കും; 2, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ രോഗമുണ്ടായാൽ ഇതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും; 3, നിങ്ങളിൽ നിന്ന് വേറൊരാൾക്ക് രോഗം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഒരു ഏരിയയിലോ അവർ ഈ കംപ്ലീറ്റ് ആയിട്ട് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏകദേശം 60% ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്
ആ ഏരിയയിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മുടെ ഈ തിരുവല്ല ഏരിയയിലുള്ള 60 തൊട്ട് 70 വരെയുള്ള ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ തിരുവല്ല ഏരിയയിൽ നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞു. ഇവിടെ വൈറസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ കൊറോണ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെളിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർ എല്ലാവർക്കും വാക്സിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ആ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് പുതിയൊരു വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവിടെ കൺട്രോൾ കിട്ടിയത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, നമ്മൾ വാക്സിൻ കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള വൈറസ് പെറ്റുപെരുകി മ്യൂട്ടേഷൻ വൈറസ് ഉണ്ടായി. മ്യൂട്ടേഷൻ വൈറസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നാണ് ഇൻഫെക്റ്റഡ് ആവുന്നത്. കൊറോണ വൈറസ് നേരെയുള്ള വൈറസ് വളരെ പതുക്കെ ഇൻഫെക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഇൻഫെക്റ്റഡ് ആവുന്നത്. 2, ഇതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പെട്ടെന്നായിട്ട് ആൾക്കാരെ ഈ ഹോസ്പിറ്റലൊക്കെ. ഇന്നലെ ഞാൻ എൻ്റെ യൂണിറ്റിൽ അഡ്മിഷൻ ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ അഡ്മിഷൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പേഷ്യൻ്റാണ് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയതുള്ളത്. ബാക്കി 25 പേരെ കോവിഡ് പോസിറ്റീവാണ്. ആ ഒരു സ്ഥിതിയിലോട്ട് പോവുകയാണ്. ഈയിടെ ആരാണ്ട് പറയുന്നത് കേട്ടു, പുഷ്പഗിരി ഇയർമാർക്ക് ചെയ്തിട്ടേക്ക് വേണം കോവിഡ് ഹോസ്പിറ്റലാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട്. വി ഡോണ്ട് ഹാവ് മച്ച് കേസസ്, അതർ കേസസ് ഇല്ല, മുഴുവൻ കോവിഡ്. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ വ്യാപനമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തുള്ളൂ. പിന്നെ വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വാക്സിൻ എടുക്കുക, സമ്പൂർണ്ണ അകലം പാലിക്കുക, പിന്നെ മാസ്ക് ഉപയോഗിക്കുക, പിന്നെ കൈകൾ സാനിറ്റൈസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് ഈ മ്യൂട്ടേഷണൽ വൈറസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞല്ലോ, മ്യൂട്ടേഷണൽ വൈറസ് നമുക്കുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മ്യൂട്ടേഷണൽ വൈറസ് ഒന്ന് ഇംഗ്ലണ്ട് സ്ട്രെയിനാണ്, അതിന് B117 എന്ന് പറയും. രണ്ടാമത്തേത് ബ്രസീലിയൻ സ്ട്രെയിനാണ്, അതായത് ജപ്പാനിൽ നിന്നുള്ള ബ്രസീലിയൻ സ്ട്രെയിനാണ്. മൂന്നാമത്തേത് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകുന്ന സ്ട്രെയിനാണ്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെയുള്ള ഒറ്റ മ്യൂട്ടേഷൻ വൈറസേ ഉണ്ടാകത്തുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ ഡബിൾ മ്യൂട്ടേഷണൽ വൈറസാണ് ഉണ്ടായിരിക്കുന്നത്. അതിപ്പം റീസെൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനകത്ത് ട്രിപ്പിൾ മ്യൂട്ടേഷണൽ വൈറസാണ്. ഈ ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻ ഓരോ പ്രാവശ്യവും വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ശക്തി കൂടുകയാണ്. ശക്തി കൂടുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം, മനുഷ്യനിൽ അത് കയറിക്കഴിഞ്ഞാൽ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രയാസമാണ്. ഒന്ന്, നമ്മുടെ പ്രതിരോധ ശക്തി മുഖാന്തരം ഈ മ്യൂട്ടേഷണൽ വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാക്സിൻസ് ഈ മ്യൂട്ടേഷണൽ വൈറസിന് പ്രയോജനപ്പെടത്തില്ല. മൂന്നാമത്തെ കാര്യം, ഈ വേരിയൻ വൈറസ് പിന്നെയും നമ്മുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ഈ മ്യൂട്ടേഷണൽ വൈറസിൽ നമ്മൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉടനെ ഒന്നും ശരിയാക്കാവുന്ന ഒരു കാര്യം. ഒരു വാക്സിൻ മ്യൂട്ടേഷണൽ വൈറസിന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത്ര ഈസി ഒന്നുമല്ല. യു ഹാവ് ടു ഗോ ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് എ വാക്സിൻ ഫോർ ദാറ്റ്. സോ അതുകൊണ്ട് ഈ വൈറസിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾക്ക് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ട് വാക്സിനും നമ്മുടെ സാമൂഹ്യ അകലവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. മ്യൂട്ടേഷണൽ വൈറസ് വാക്സിൻ എടുത്തവരിൽ ഉണ്ടാകുമോ? വേറൊരു ചോദ്യമാണ്. മ്യൂട്ടേഷണൽ വൈറസ് ഒരു കാരണവശാലും വാക്സിൻ എടുത്തവരിൽ ഉണ്ടാകില്ല. വാക്സിൻ എടുത്തവരിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വൈറസ് പെരുകാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല. ബിക്കോസ് വൈറസ് മൾട്ടിപ്ലിക്കേഷൻ നടന്നാൽ മാത്രമേ ഈ മ്യൂട്ടേഷണൽ വൈറസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം വാക്സിൻ എടുത്തവർക്ക് ഒരു കാരണവശാലും മൾട്ടിപ്ലിക്കേഷനുള്ള സാധ്യത ഇല്ല. 2, ഇവരിൽ ഒരു കാരണവശാലും ഈ വൈറസ് കയറുന്നതിനുള്ള സാധ്യതയില്ല, അതായത് രോഗമുണ്ടാകാതിരിക്കാം. അഥവാ ഇൻ കേസ് അവർക്ക് രോഗമുണ്ടായാൽ തന്നെയും ഈ മ്യൂട്ടേഷണൽ വൈറസ് കൊണ്ടുള്ള രോഗമായിരിക്കത്തില്ല, സാധാരണ വൈറസിൻ്റെ രോഗമായിരിക്കും, അതിൻ്റെ തീവ്രത കുറവുമായിരിക്കും. നമ്മുടെ രാജ്യത്ത് വാക്സിനേഷൻ എടുത്ത ആൾക്കാരെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഇവിടെ പലരും വാക്സിൻ എടുത്തിട്ടുള്ളവരായിരിക്കാം. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കും. ഈവൻ വാക്സിൻ എടുത്താൽ തന്നെ അവർ പറയുന്ന പോലെ നമ്മൾ സാനിറ്റേഷൻ, കൈ കഴുകൽ, ഇതെല്ലാം നമ്മുടെ പ്രായമായിട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അവരാരും ഫോളോ ചെയ്യത്തില്ല. കാരണം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല, ആരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യത്തില്ല. പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മനുഷ്യനും മാസ്ക് ധരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കൺസൾട്ടേഷനിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വന്നുവെച്ചാൽ മാസ്ക് താത്തിട്ടുണ്ട്. ഒരാളിനോട് മാസ്ക് ഒന്ന് പൊക്കിയിടാൻ പറഞ്ഞാൽ പുള്ളി അത് നേരെ മൂക്കും കണ്ണും കൂടെ അങ്ങ് അടച്ചു. സോ ദേ ഡോണ്ട് നോ ഹൗ ടു വെയർ എ പ്രോപ്പർലി ദ മാസ്ക്. അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനോ നിങ്ങളോ അറിയാവുന്ന ആൾക്കാരോട് അത് പറയണം. നമുക്ക് ചുമ്മാ എന്ന് പറയാനൊക്കത്തില്ല. നീ ആരാടാ പറയാന്നുള്ള ഒരു ചോദ്യം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് മാസ്ക് ധരിച്ചാൽ ഒരു ശതമാനം നമ്മൾക്ക് ഈ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മാസ്ക് നമുക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കും വായും
അടഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ വെളിയിലോട്ട് വരുന്ന ആ സ്രവങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് കൊണ്ട് നമ്മുടെ മൂക്കും വായും മൂടിയാൽ മാത്രമേ സാധിക്കൂ. പിന്നെ വേറെ ഒരു കാര്യം ചില ആൾക്കാർ ചെയ്യുന്നത്, മാസ്ക് അങ്ങോട്ട് പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിക്കും. യു ഷുഡ് നെവർ ടച്ച് യുവർ മാസ്ക് ഔട്ട്സൈഡ്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകാവുന്ന സ്രവങ്ങൾ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മാസ്കിൻ്റെ വെളിയിലാണ് ഇരിക്കുന്നത് ശരിക്കും. അതുകൊണ്ട് ഷുഡ് നെവർ ടച്ച് യുവർ മാസ്ക് ഔട്ട്സൈഡ് വിത്ത് യുവർ ഹാൻഡ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, നമുക്ക് കണ്ണ് തുടയ്ക്കുക, മൂക്കിനകത്ത് കീഴുക, വായിക്കകത്ത് കീഴുക. ഷുഡ് നെവർ ഡു ഇറ്റ്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്കെല്ലാവരും കണ്ണിനകത്ത് ഒരു എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ കണ്ണിനകത്ത് എടുത്തിരും. ദാറ്റ് ഈസ് ഇനഫ് ടു പ്രൊഡ്യൂസ് എ ഡിസീസ്. അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനകത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ട്, നമ്മൾ മൂക്കിനകത്ത് കഴിയും, അല്ലെങ്കിൽ വായിക്കകത്ത് കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ സൂക്ഷിച്ചു. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്, പക്ഷേ ഈ ടിപ്സ് വിൽ ലീഡ് ടു പ്രിവെൻറ്റ് എ മേജർ ഡിസാസ്റ്റർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിവതും നമ്മളെ വീടുകളിൽ നിന്ന് വെളിയിൽ പോകാതെ, പ്രത്യേകിച്ചും ഈ സമയത്ത് നമ്മളുടെ കുട്ടികളൊക്കെ ഓൺലൈനൊക്കെ വർക്ക് ചെയ്യുക. പിന്നെ ആവശ്യമുള്ളതിന് മാത്രം വെളിയിൽ ഇറങ്ങിപ്പോവുക. പാർക്കിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഗ്യാദർ ചെയ്യാൻ പോകാതിരിക്കുക. സിനിമാ സ്റ്റാളിൽ പോകാതിരിക്കുക. അത്യാവശ്യ അവസരങ്ങളിൽ മാത്രം വെളിയിൽ ഇറങ്ങുന്ന ഒരു ധാരണ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വൈറസ് ഇതുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എലക്ഷൻസ്. ദർ 2 elections. 1 election തദ്ദേശ സ്വയംഭരണവും, രണ്ടാമത് നമ്മളുടെ നിയമസഭാ ഇലക്ഷൻ. ഇത് രണ്ടും ഏറ്റവും കൂടുതൽ വൈറസ് ഉണ്ടാകാനായിട്ടുള്ള കാരണമാണ്. ആൾക്കാർ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യാതൊരു പ്രിക്കോഷൻസും ഇല്ലാതെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ നടക്കുന്ന സീൻസ് നമ്മൾ കാണാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾക്കുണ്ടായത്. ഇനിയും നമ്മൾക്കുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നുള്ള ആഹ്ലാദങ്ങൾ നമ്മൾ പഴയതുപോലെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ 3 ഇരട്ടിയായിട്ട് കേരളം ശവപ്പറമ്പാവുമെന്നാണ് ഇന്നത്തെ ഒരു ന്യൂസിനകത്ത് നമ്മുടെ അടൂരെ ഒരു ഡിവൈഎസ്പി പറഞ്ഞാണ്. ശവപ്പറമ്പാവും. നമ്മൾ കേട്ടിട്ടേ ഉള്ള ശവപ്പറമ്പെന്ന് പറഞ്ഞത് ഇറ്റലിയിലും ബാക്കിയുള്ള രാജ്യങ്ങളിലുമൊക്കെ നമ്മുടെ കേരളവും അതിൽ നിന്ന് ഒട്ടും മുക്തമാകാതെ നമ്മൾക്കുണ്ടാകും, നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ. കാരണം കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ നിരക്ക് കൂടുതൽ, ആൾക്കാർ പറഞ്ഞാൽ കേൾക്കാത്ത എല്ലാം കേരളത്തിലാണ്. ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പറഞ്ഞു. ഗുജറാത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഈയിടെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എന്നെ വിചാരിച്ചു എങ്ങനെ, പുള്ളി പറഞ്ഞു ഉറങ്ങാൻ സമയമില്ല. എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്, നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് നമുക്കറിയാനൊക്കത്തില്ല. അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക്. പിന്നെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ വാക്സിൻ്റെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. കോവിഡ് വാക്സിൻ്റെ 4 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൊഡേണ, ഫൈസർ. ഇത് രണ്ടും നമുക്ക് അവൈലബിൾ അല്ല. ഇത് രണ്ടും US-ലുള്ളതാണ്. അത് mRNA വൈറസാണ്. mRNA വൈറസിന് അനാഫൈലാക്സിസ് ഏറ്റവും കൂടുതലാണ്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് കോവിഷീൽഡും കോവാക്സിനുമാണ്. നമ്മളെല്ലാവരും പറഞ്ഞു തള്ളിയ ഒരു വാക്സിനാണ് കോവാക്സിൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് കോവാക്സിനാണ് ഏറ്റവും നല്ല വാക്സിൻ എന്ന് പറയുന്നത്. കാരണം കോവാക്സിൻ നമ്മളുടെ മ്യൂട്ടേഷണൽ വൈറസായ ഇംഗ്ലണ്ട് വൈറസിനും ബ്രസീൽ വൈറസിനും എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കോവാക്സിനാണ് നമ്മൾക്ക് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഗവൺമെൻറ് തരുന്ന വാക്സിൻ നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വൈറസിൻ്റെ ഒരു ചെറിയ ഒരു കാര്യം, ഈ ചെറുപ്പക്കാരിൽ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഫീമെയിൽസ്. ഞാനത് വളരെ വളരെ റെയറാണ്, എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കോവിഷീൽഡിന് മാത്രമേ ഉള്ളൂ, കോവാക്സിന് പ്രശ്നമില്ല. ഈ യങ് ഫീമെയിൽസ് ലെസ് ദാൻ 30 years, 30 വയസ്സിൽ താഴെയുള്ള യങ് ഫീമെയിൽസിൽ ഈ കോവിഷീൽഡ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അത് കോടിക്കണക്കിന് ആളുകളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആർക്കുണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. അതാണ് പ്രധാനമായിട്ടും സെറിബ്രൽ വീനസ് ത്രോംബസ് എന്ന് പറയുന്നത്. അതായത് ഈ കോവിഷീൽഡ് എടുക്കുന്നവർക്ക് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് അവർക്ക് തലച്ചോറിനകത്ത് രക്തം കട്ടപിടിക്കുന്ന ഒരു ഇതുണ്ട്. അത് സാധാരണഗതിയിൽ കോവിഷീൽഡിനാണ് കണ്ടുവരുന്നത്. അത് നമ്മളുടെ യങ് ഫീമെയിൽസ് എസ്പെഷ്യലി ലെസ് ദാൻ 30 yearsനാണ് കാണുന്നത്. അത് ഫസ്റ്റ് ഡോസിനോട് കൂടിയാണ് കാണുന്നത്. സെക്കൻഡ് ഡോസ് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അത് ഇങ്ങനെ ഒരു വളരെ റെയറസ്റ്റ് കോംപ്ലിക്കേഷൻ. ബട്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. എന്നും പറഞ്ഞ് വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. വാക്സിൻ്റെ പ്രയോജനവും ഇതും കൂടെ നോക്കുമ്പോഴത്തേക്കും മറ്റേതൊന്നുമില്ല, നമ്മൾ വാക്സിൻ എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മ്യൂട്ടേഷണൽ വൈറസിന് കോവാക്സിൻ എഫക്റ്റീവാണ്. കോവാക്സിൻ കിട്ടുമായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും. പിന്നെ സേഫ്റ്റി ഓഫ് ദ വാക്സിൻ 100% ഷുവർ.
ഇറ്റ് ഇസ് അനാഫലാക്സിസ്. നമ്മുടെ ഇതിന് അനാഫലാക്സിസ് ഇല്ല, mRNAക്കാണ് അനാഫലാക്സിസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വാക്സിന് ഒരു അനാഫലാക്സിസ് ഉണ്ടാകത്തില്ല ഇമ്മീഡിയറ്റ് ആയിട്ട്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും കാരണവശാൽ അനാഫലാക്സിസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ചെറുപ്പത്തിൽ നമ്മൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. ആസ് എ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാക്സിൻ എടുത്തിരിക്കണം. വാക്സിൻ എടുക്കേണ്ടത് ഒന്നോ രണ്ടോ ഗ്രൂപ്പ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രഗ്നൻസി, കൊച്ചുകുട്ടികൾ, 3 മുലയൂട്ടുന്നവർ. അതിൻ്റെ കാര്യം ഞാനിപ്പം പറയാം അടുത്ത്. പിന്നെ വേറെ ഒരു കാര്യം, ആക്റ്റീവായിട്ട് അതായത് ഈ ക്യാൻസറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കെടുക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, നിങ്ങളിപ്പോൾ ഹൃദ്രോഗം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് മാലിഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നോ സ്ട്രോക്ക് ഉണ്ടായെന്നോ എന്താണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈവൻ നിങ്ങൾ വാൽവ് മാറ്റിവെച്ച് നിങ്ങൾ ബ്ലഡ് തിന്നാകാനുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ മരുന്നിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. അതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കാണുന്നത്. പിന്നെ വേറെ വരുന്നത് ഒരു ചെറിയ പോസിബിലിറ്റി പറയുന്നത് ഉണ്ടാകാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. പ്രഗ്നൻസി ആൻഡ് മുലയൂട്ടൽ, ഇതിന് രണ്ടിനും വാക്സിൻ എടുക്കാമോ എന്നുള്ളതാണ്. ആസ് ഫാർ ആസ് പോസിബിൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് കൺസേൺ, ഇന്ത്യൻ ICMR നമ്മൾക്ക് തന്നിട്ടുള്ളതും നമ്മുടെ ഹെൽത്ത് ഒഫീഷ്യൽസ് തന്നിട്ടുള്ളതനുസരിച്ച് ഒരു കാരണവശാലും പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന അമ്മമാർക്കും മരുന്ന് എടുക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കുവാൻ പാടില്ല എന്നാണ്. പക്ഷേ വികസിത രാജ്യങ്ങൾ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ഇന്നിപ്പം കിട്ടിയ ന്യൂസാണ്, കാരണം അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് നടത്തിയ ഒരു പഠനം അവർ നടത്തിയതിൽ ഏതെങ്കിലും കാരണവശാൽ പ്രഗ്നൻസി ഉള്ള ഒരാൾക്ക് കോവിഡ് കിട്ടിയാൽ ഇറ്റ് ഈസ് എ മാരകമായിട്ടുള്ള ഒരു എൻഡായിരിക്കും ആ രോഗിക്ക് ഉണ്ടാകാറുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ സ്റ്റഡി ചെയ്തിട്ടുള്ളതിൽ പല ആൾക്കാർക്കും പ്രഗ്നൻസിയുടെ സമയത്ത് വാക്സിനേഷൻ കൊടുത്തിട്ട് അതിന് യാതൊരു കോംപ്ലിക്കേഷൻസും കണ്ടിട്ടില്ല. 2, മുലയൂട്ടുന്ന അമ്മമാർക്ക് ആൻറ്റിബോഡി ഉണ്ടായി, ആ ആൻറ്റിബോഡി കുട്ടിക്ക് കിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെളിയിലത്തെ, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ, ദേ ആർ അഡ്വൈസ്ഡ് വാക്സിനേഷൻ ഫോർ പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ബട്ട് ഇന്ത്യയിൽ അത് ഇതുവരെ വന്നിട്ടില്ല, കാരണം നമ്മുടെ മാനുഫാക്ചറേഴ്സ് ഹാസ് നോട്ട് ഗിവൺ ദ ഗ്രീൻ ഫ്ലാഗ് ഫോർ ഗിവിങ് വാക്സിനേഷൻ ഫോർ ദ പീപ്പിൾ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മുടെ കോവാക്സിൻ എന്ന് പറയുന്നത് അഡിനോ വൈറസാണ്. ഞാൻ പറഞ്ഞല്ലോ, കോവാക്സിൻ എന്ന് പറയുന്ന അഡിനോ വൈറസ് മുഖാന്തരമാണ് നമ്മുടെ ശരീരത്തിൽ കയറ്റി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ചിലപ്പം കുട്ടിക്ക് അഡിനോ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നുള്ള ഒരു തിയറി ഉണ്ട്. ആ തിയറി കൊണ്ടാണ് അവർ സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോൾ ഈ വാക്സിൻ എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ വരുന്നത്, എൻ്റെ അടുക്കൽ ചോദിച്ച ഒരു കാര്യം, പല ആൾക്കാരും വിളിച്ചു, ഞാൻ മെൻസ്റ്റുറൽ പീരീഡ്, എനിക്ക് മാസം വരെ ഉള്ള സമയമാണ്, എനിക്ക് വാക്സിൻ എടുക്കാം, യു ക്യാൻ ടേക്ക് വാക്സിൻ, ഒരു പ്രശ്നമില്ല. പിന്നെ പ്രീ കൺസെപ്ഷൻ, ഞാൻ കൺസീവ് ചെയ്യാൻ പോകുന്ന ആളാണ്, എനിക്ക് വാക്സിനേഷൻ എടുക്കാം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വാക്സിനേഷൻ എടുക്കാം. പ്രഗ്നൻസി ടെസ്റ്റിംഗ് ഞാൻ ചെയ്യണം, വാക്സിനേഷൻ എടുക്കുന്നതിന് മുൻപ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം, ഒരു കാരണവശാലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളെ നമ്മൾക്കിപ്പോൾ മ്യൂട്ടേഷണൽ വൈറസിനെ കുറിച്ച് നമ്മൾക്കിപ്പോൾ അറിയേണ്ടതായിട്ടുള്ളൂ. മ്യൂട്ടേഷണൽ വൈറസ് നമുക്ക് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊഫൈലാക്സിസ്, അതായത് പ്രിവെൻഷനിലോട്ട് പോകാം. 1, മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. 2, സാനിറ്റേഷൻ, ഹാൻഡ് സാനിറ്റേഷൻ. 3, സോഷ്യൽ ഡിസ്റ്റൻസിങ്. പിന്നെ ഇപ്പോഴത്തെ ആവശ്യമില്ലാതെ നമ്മൾ വെളിയിൽ പോയി മറ്റുള്ളവരുമായിട്ട് ഇടപെടാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് ഈ മഹാമാരിയുടെ വിപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് കാണും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് വാക്സിനേഷൻ ഫുൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 2 years എന്നാണ് വിദഗ്ധർ പറയുന്നത്. അത്രയും സമയം നമ്മൾക്ക് ഈ കൊറോണ കൊണ്ട് പോകുന്നതിനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് ദുഃഖിക്കണം. സോ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഈ ടോക്കും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോക്ക് ധന്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനൊരു അവസരം തന്ന തമ്പി സാറിനോടും മറ്റ് YMCA ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് ചോദ്യോത്തര സെക്ഷനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഡോക്ടർ PT തമ്പി, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, അവരുകളെ ക്ഷണിക്കുന്നു.
ചില ചോദ്യങ്ങൾ ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വ്യക്തി ആഹാരത്തിന് അലർജിയുള്ള ആൾ, പലതരം ഇപ്പോൾ കടൽ ഫുഡ്, സീ ഫുഡ് കഴിക്കുന്ന ഒരാൾ അലർജി ഉണ്ടായിട്ടുണ്ട്, ഈ പ്രോൺസ് ഒക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകം മുൻകരുതൽ എടുക്കണമോ? അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഞാൻ തന്നെ ഒരു അനുഭവസ്ഥനാണ്. എൻ്റെ മകൾക്ക് പ്രോൺസിന് അലർജിയാണ്. അവൾ പ്രോൺസ് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേഹമെല്ലാം ചൊറിഞ്ഞടിക്കുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ എവിടെയെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പ്രാണികൾ വല്ലതും കുത്തി കഴിഞ്ഞാൽ ദേഹമെല്ലാം ചൊറിഞ്ഞടിക്കും. അവൾ ധൈര്യമായിട്ട് പോയി വാക്സിൻ എടുത്തു, ഒരു പ്രശ്നവുമില്ല, ഒന്നും ഉണ്ടാകില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ സ്ത്രീകളിലുള്ള വന്ധ്യത, സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും വന്ധ്യത, ഈ വാക്സിനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ആസ് ഫാർ ദ ലിറ്ററേച്ചർ, ഇപ്പോഴത്തെ നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ എവിഡൻസസ് അനുസരിച്ച് വന്ധ്യത ഒരു കാരണവശാലും ഈ ഇതുമായിട്ട് ബന്ധമില്ല. ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയബറ്റീസ്, പ്രമേഹം ഇല്ലാത്ത ആൾക്കാർ, ചില ആൾക്കാർ ഈ വൈറസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രമേഹം ഉണ്ടായി കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ കണ്ടിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യം, ചില പ്രത്യേക വ്യക്തികളുടെ സംശയമാണ്. ഈ വാക്സിൻ എടുക്കുന്ന ദിവസമോ അതിന് മുൻപോ അതിന് ശേഷമോ മദ്യം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാതിരിക്കണമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? മദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മദ്യം എടുക്കുന്നത് കൊണ്ടോ മദ്യം ഇത് കഴിഞ്ഞെടുത്തത് കൊണ്ടോ പെട്ടെന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശക്തിയിൽ കൂടിയാണ് വരുന്നത്. അതായത് ഇമ്മ്യൂണോളജി, അതായത് ഇമ്മ്യൂൺ മെക്കാനിസം വിൽ ബി ഡിപ്രസ്ഡ് ബൈ ദി ആൽക്കഹോൾ. സോ നമ്മൾ വാക്സിൻ എടുക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിന് നമ്മൾ എതിരായിട്ട് ഒരു വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്മ്യൂണിറ്റി താഴെ വരും. അല്ലാതെ വാക്സിനും ഇതുമായിട്ട് യാതൊരു ബന്ധവും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു വ്യക്തി 2 ഡോസും വാക്സിൻ എടുത്തു കഴിഞ്ഞ ഒരാളിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, ഈ കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ. ആ ആൾ ഈ അസുഖം ക്യൂറായ ശേഷം വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെയുള്ള കണക്കുകളും പിന്നെ ലിറ്ററേച്ചർ അനുസരിച്ച് ഉടൻ ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യങ്ങൾ ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ബൂസ്റ്റർ ഡോസ് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മാസം കഴിഞ്ഞ് അതിൻ്റെ ആൻറ്റിബോഡീസ് നോക്കി മാത്രമേ ബൂസ്റ്റർ ഡോസ് വേണോ വേണ്ട എന്നുള്ള തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചില ആളുകൾ അനുഭവസ്ഥർ പറയുന്നു, അവിടെ എടുത്ത ചൈനീസ് വാക്സിൻ എടുത്ത ചിലർക്ക് അത് കൂടുതലായിട്ട് അവിടെ രോഗം ഉണ്ടായി എന്നുള്ളത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയില്ല. പിന്നുള്ളത് കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ അല്ലാതെ ഡോക്ടർ സുനിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേക്കാം. കോവിഷീൽഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന്, കോവിഷീൽഡിന് മ്യൂട്ടേഷണൽ വൈറസിന് പ്രയോജനമില്ല. കോവാക്സിൻ ഈസ് എഫക്റ്റീവ് ഫോർ മ്യൂട്ടേഷണൽ വൈറസ്. അനാഫൈലാക്സിസ് കോവിഷീൽഡിനും കോവാക്സിനും ഇല്ല. 3, കോവിഷീൽഡും കോവാക്സിനും ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ പുതിയ സ്റ്റഡി അനുസരിച്ച് 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 50% ഇമ്മ്യൂണിറ്റി കിട്ടും. 100% ഇമ്മ്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് മാത്രമേ കിട്ടും. ഇപ്പോഴേ ഈ ലാൻസെറ്റിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഡ്രോപ്ലെറ്റ് എയർബോൺ സ്പ്രെഡിനുള്ള ഒരു പോസിബിലിറ്റി. അത് അനേകം ആളുകൾ ഇപ്പോൾ അത് വായിച്ചവർ, വാട്സപ്പിൽ കൂടെയൊക്കെ പോയവർ, സ്വാഭാവികമായിട്ട് അവർക്കൊരു സംശയം, ഈ എയർ കണ്ടീഷനൊക്കെ ഉള്ള വാഹനങ്ങൾ, ട്രെയിനിൽ, കാറിലൊക്കെ പോകുമ്പോൾ, ട്രെയിനിലാണെങ്കിൽ പ്രത്യേകിച്ച് അനേകം ആളുകൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് പോകുമ്പോൾ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലില്ലേ? ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇപ്പം ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് നമ്മൾ ശീതീകരണ സ്ഥലത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ വെളിയിലോട്ട് വിടുന്ന, അതായത് നമ്മുടെ സ്രവങ്ങൾ നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വെളിയിൽ വരും. വെളിയിൽ വന്നത് അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള തണുത്ത ഇതുമായിട്ട് ചേർന്ന് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഒരു ചെറിയ ഒരു പാർട്ടിക്കിൾസ് പോലെ ഉണ്ടാകും. ആ പാർട്ടിക്കിൾസ് 10 മൈക്രോൺസ് ആയി കാണാമായിരിക്കും. ദാറ്റ് വിൽ ബി ദെയർ ഫോർ അബൌട്ട് 2 to 3 hours. ആ 2 to 3 hours അത് ഇവിടെ ഉണ്ടെങ്കിൽ ഈ അനദർ പേഴ്സൺ ഇൻഹേൽസ് ദാറ്റ് വൺ, ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫെക്ഷൻ. സോ ഡെഫിനറ്റ് ആയിട്ടും പിന്നെ എയർബോൺ സ്പ്രെഡ് ഇതിനകത്തുണ്ട്. ബട്ട് ഓൺലി തിങ് ഈസ്, ആ എയർബോൺ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തുറന്നിട്ട ഒരു സ്ഥലത്ത് എയർബോൺ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ 10 അടി മാറി നിന്ന്
10 അടിയാണ് സാധാരണഗതിയിൽ പറയുന്നത്. 10 അടിയിൽ നിന്ന് കഴിഞ്ഞാൽ എയർബോൺ സ്പ്രെഡ് ഉണ്ടാകത്തില്ല എന്നാണ്. സോ അതുകൊണ്ട് പിന്നെ എയർ കണ്ടീഷണർ റൂം, അടച്ചിട്ട റൂം ഡെഫിനറ്റ്ലി പറ്റില്ല. അടുത്ത ചോദ്യം നേരത്തെ ചോദിച്ച ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ബൂസ്റ്റർ ഡോസ്, കാരണം ഇമ്മ്യൂണിറ്റി എത്ര മാസം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഡെഫിനറ്റ് അല്ല, 6 months എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ബൂസ്റ്റർ ഡോസ് കൊണ്ട്, അതായത് 4, 5, 6 മാസം കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ അത് പ്രയോജനപ്രദമായിരിക്കുമോ? ആധികാരികമായിട്ട് പറയാനുള്ളതില്ല. നമ്മുടെ ലിറ്ററേച്ചർ സ്റ്റഡീസ് വെച്ചുകൊണ്ട് ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യം ഇപ്പം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വെതർ ബൂസ്റ്റർ ഡോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് നമുക്ക് ഇപ്പം ആധികാരികമായിട്ട് പറയാനൊക്കില്ല. ഇപ്പോഴും 18 വയസ്സ് വരെ ഉള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നുള്ളൂ. അതിൽ താഴെ ഉള്ളവർക്ക് വാക്സിനേഷൻ്റെ ആവശ്യമുണ്ടോ, എന്നത്തേക്കാകും, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയമുണ്ട്. എടുക്കേണ്ട ആവശ്യമുണ്ടോ? 18 വയസ്സിന് താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ 18 വയസ്സാണ് നമ്മുടെ ഒരു അഡൽട്ട് ഫുഡ് എന്ന് പറയുന്നത്. അഡൽട്ട് ഫുഡ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ ആ 18 വയസ്സിന് മുൻപുള്ളവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റഡീസ് എല്ലാം നടത്തിയേക്ക് 18 വയസ്സിൽ കൂടുതലുള്ളവരിലാണ്. അതുകൊണ്ടാണ് ഈ 18 വയസ്സെന്നുള്ള ഒരു കട്ട് ഡൗൺ വന്നേക്കുന്നത്. പിന്നെയുള്ള ഒരു ചോദ്യം, ഈ ഡോക്ടർ സുനിൽ പറഞ്ഞു, ഈ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊള്ളികളിൽ രക്തം കട്ടയാകാനുള്ള സാധ്യതകൾ ഈ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്, വാക്സിൻ ഈ വൈറസിൻ്റെ ഒരു കോമ്പണൻ്റാണ്. അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്നവർക്ക് ഡോക്ടർ സുനിൽ പറഞ്ഞു സ്ത്രീകളിൽ ഒരു ക്രേനിയത്തിനകത്തുള്ള ക്ലോട്ടിങ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ വാക്സിനേഷൻ കൊണ്ട് ഈ ക്ലോട്ടിങ്ങിൻ്റെ ടെൻഡൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശത്തിൽ മാത്രമായിരിക്കണമെന്നില്ല, ഹൃദയത്തിൻ്റെ വെസലുകളിലോ മറ്റ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ക്ലോട്ടിങ്ങിനുള്ള സാധ്യത ഉണ്ടോ? അതിനകത്ത് 2 കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായ കാര്യമല്ല. ദിസ് ഈസ് വെസ്റ്റേണേഴ്സാണ്. സാധാരണഗതിയിൽ ഈ ക്ലോട്ടിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ ക്ലോട്ടിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടാണ് ക്ലോട്ടിങ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ക്ലോട്ടിങ് ഉണ്ടാകാതിരിക്കാനുള്ള ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രവർത്തനം പോലെയാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ആരും ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഇത്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഇത്രയും രോഗികളിൽ വാക്സിനേഷനൊക്കെ കൊടുത്തിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോബബ്ലി ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾക്ക് അറിയത്തില്ല. ഉണ്ടാകുവാണെങ്കിൽ തന്നെ കോവിഡിൻ്റെ ബെനിഫിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഈ ഉണ്ടാകുന്നത് വളരെ തുലഭമാണ്, വളരെ സാധ്യത കുറവാണ്. അപ്പം പിന്നെ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് ദ വാക്സിൻ അല്ല. വാക്സിൻ ഈസ് ഓൾവേസ് ആൻ ഇനാക്ടിവേറ്റഡ്, അത് ഇമ്മ്യൂണിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേത് വൈറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ജീനോം, അതായത് അതിൻ്റെ കംപ്ലീറ്റ് എസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മുടെ ശരീരത്തിൽ കയറി ഈ ത്രോംബോസിസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെരി അൺലൈക്ലി ടു പ്രൊഡ്യൂസ് എ ത്രോംബോസിസ്. വാക്സിന് മ്യൂട്ടേറ്റഡ് വൈറസിന് ഇഫക്റ്റീവ് അല്ല. അപ്പോൾ ഡോക്ടർ സുനിൽ പറഞ്ഞു വാക്സിനേഷൻ എടുത്തവർക്ക് മ്യൂട്ടേറ്റഡ് വൈറസ് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല. മ്യൂട്ടേഷൻ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറത്തില്ല. ഓൾറെഡി എ പ്രൊട്ടക്ഷൻ. ഈ വൈറസ് കയറി മ്യൂട്ടേഷൻ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറത്തില്ല. കാരണം യു ആർ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ടു സം എമൗണ്ട് ഓഫ് ഇമ്മ്യൂണിറ്റി. സോ ദാറ്റ് വിൽ നോട്ട് എൻ്റർ ഇൻ യുവർ ബോഡി ആൻഡ് പ്രൊഡ്യൂസ് എ മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ വൈറസ് ഉണ്ടാവണമെങ്കിൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി ഫ്രീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി വെക്കണം. ദാറ്റ് ഈസ് നോട്ട് ദർ ഈസ് സം ഇമ്മ്യൂണിറ്റി ഡ്യൂ ടു. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വൈറസിന് പല ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻസ് ഉണ്ട്. ഈ വൈറസിൻ്റെ സെയിം ഈക്വലൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് തന്നെ നേരത്തെയുള്ള വൈറസിനുമുണ്ട്. അതിനകത്ത് 1-2 വൈറസിൻ്റെ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും ഈ മ്യൂട്ടേഷൻ വൈറസിനകത്ത് മാറ്റമുള്ളത്. ആ മാറ്റം നമ്മുടെ ശരീരത്തിൽ കയറി അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരിൽ കൂടി കയറി മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകത്തില്ല. മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണോ അതോ പുറത്ത്? വൈറസ് അതായത് അല്ലല്ല, ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ കയറി കഴിഞ്ഞ് മനുഷ്യ ശരീരത്തിൽ വെച്ചാണോ മ്യൂട്ടേഷൻ? ആണല്ലോ. വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് വൈറസ് പെറ്റി വരികയാണെന്നുണ്ടെങ്കിൽ വെളി കിടന്ന് പെറ്റി വരികത്തില്ല. ദേ ഷുഡ് നീഡ് എ ഹോസ്റ്റ്. ആ ഹോസ്റ്റാണ് നമ്മൾ. അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ ഇത് പെറ്റി വരികത്തുള്ളൂ. ആ പെറ്റി വരികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വാക്സിനേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ആളുകൾ രോഗബാധിതരാകുമ്പോൾ മ്യൂട്ടേഷനുള്ള സാധ്യതകളും കൂടുന്നു. വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കയറി വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. മ്യൂട്ടേഷനുള്ള വൈറസിന് സാധ്യതയും കൂടുതലാണ്. പിന്നെ നമ്മളിപ്പോൾ കണ്ട ഒരു കാര്യം പറയട്ടെ. ആദ്യം വാക്സിൻ ഇറങ്ങിയത് January, February.
അന്ന് ഒത്തിരി ആളുകൾ വാക്സിൻ വേണ്ട, ഇത് ദോഷമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിന്നു. എന്നാൽ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആ മടിച്ചു നിന്ന കുറേ പേരും കൂടെ വാക്സിൻ വേണമെന്നും പറഞ്ഞു. പക്ഷേ അപ്പോൾ വാക്സിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. അത് കാരണം നമ്മുടെ ഈ വാക്സിനേഷൻ സെൻ്ററുകളിലൊക്കെ ഉണ്ടായത് ഒരു ഓവർ ക്രൗഡിങ്, ഒരു പാനിക്. അത് രോഗവ്യാപനത്തിന് കാരണമായി തീർന്നിട്ടുണ്ടോ, ഉണ്ടാകാമോ? കാരണം അവിടെ ഈ ഡിസ്റ്റൻസിങ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണിക്കാനിടയായി, വാക്സിനേഷൻ സെൻ്ററുകളിൽ പോയി ആളുകൾ ഒരു ഡിസ്റ്റൻസിങ്ങും ഇല്ല. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് ചെന്നെച്ചാൽ മതി, ഒരു ഡിസ്റ്റൻസിങ്ങും ഇല്ല. ഇഫ് യു ടെൽ ദം ടു കീപ് എ ഡിസ്റ്റൻസ്, ദേ വിൽ നോട്ട് ഡു. എല്ലാവരും കൂടെ കൂട്ടും കൂടെ നിന്ന് അവിടെ ഒരു ചായ കടക്കാരനും വരും, അവൻ ചായയും കൊണ്ടുവരും, എല്ലാവരും കൂടെ കൂടി ചായയും കുടിച്ച് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ലാതെ എല്ലാവരും കൂടെ കൂടി നിന്നാണ് വാക്സിനേഷന് വേണ്ടി വെയിറ്റ്. എത്ര പറഞ്ഞാലും ആൾക്കാർ കേൾക്കത്തില്ല. പോലീസുകാർ വന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ കേൾക്കത്തില്ല. അപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ പോയി നല്ലൊരു വിഭാഗം ആളുകൾക്കും വാക്സിൻ ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പറയും വാക്സിൻ എടുത്തിട്ടും വന്നു എന്ന് പറയുന്നുള്ള സാധ്യതകളും കൂടി. താങ്ക് യു സുനിൽ ഫോർ ദി ഇൻഫർമേറ്ററി ടോക്ക്. താങ്ക് യു. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ശ്വാസകോശത്തിലെത്തുന്ന കൊറോണ വൈറസ് 4-5 ദിവസം കൊണ്ട് പെറ്റുപെരുകി സങ്കീർണമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ദിനം പ്രതി ഒരാൾക്ക് അതിനെ നിയന്ത്രിക്കാൻ എന്ത് മുൻകരുതലെടുക്കാൻ പറ്റും? 5 ദിവസം കൊണ്ട് ഇത് പറ്റി വരുന്നുള്ളല്ലോ. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പം ഞാനിപ്പം വാക്സിനേറ്റ് ചെയ്ത ആളാണ്. എൻ്റെ ശരീരത്തിൽ കൊറോണ കയറി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് സ്പ്രെഡ്. അത് ഒരു കാരണവശാലും സ്പ്രെഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ കൊറോണ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൊണ്ട് ഈ കൊറോണയെ നിർവീര്യമാക്കും. കാരണം കൊറോണ വൈറസ് 9 ദിവസമേ നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. 9 ദിവസം കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. ആ 9 ദിവസം നമ്മൾ സൂക്ഷിക്കുക. അതിനാണ് നമ്മൾ ഈ 10ാമത്തെ ദിവസം ആൻറ്റിജൻ ചെയ്യുന്നത്, ഇല്ലേ? നമ്മളൊരു രോഗിക്ക് 10ാമത്തെ ദിവസമാണ് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത്, കൊറോണ വൈറസ് ഉണ്ടോ പോയോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി. 9 ദിവസമേ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. 9 ദിവസം കഴിഞ്ഞാൽ വൈറസിൻ്റെ നിർവീര്യം ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ബിഗർ സെൻറ്റേഴ്സിൽ പോയി ചെയ്യുന്നതല്ല അഡ്വൈസബിൾ. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ വാക്സിൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ചെറുപ്പത്തിൽ വാക്സിൻ എടുത്തവർക്ക് വാക്സിനുമായിട്ട് അലർജി ഉണ്ടെങ്കിൽ മാത്രം വാക്സിൻ ഡെഫിനറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അല്ല ഈ ചില ഭക്ഷണം ബീഫ് കഴിക്കുമ്പോഴോ മത്തി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കുമ്പോഴോ ഒക്കെയുള്ള അലർജി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും എഗ്ഗിൻ്റെ അംശങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെ സംശയമുള്ളവർ ഒരു മേജർ ഹോസ്പിറ്റലിൽ പോയി ഏതെങ്കിലും കാരണവശാൽ ഒരു അനഫൈലാക്സിസ് ഉണ്ടെങ്കിൽ അത് ടാക്കിൾ ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കണം. അനഫൈലാക്സിസ് ഉണ്ടായാൽ തന്നെയും ഒരു മേജർ ഹോസ്പിറ്റലിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചികിത്സ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺലി തിങ് ഈസ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരോട് പറയണം എനിക്കിങ്ങനെ അലർജി ഉള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ അവർ അതിന് തക്കതായിട്ടുള്ള ഒബ്സർവേഷൻ ആ രോഗിക്ക് കൊടുത്തിരിക്കും. അപ്പോൾ എത്ര സിവിയർ അലർജി ഉണ്ടെങ്കിലും you advise them to take a vaccine in a big center. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ as far as possible നിങ്ങൾ എടുത്തിരിക്കണം. കാരണം ഇറ്റ്സ് എ ലൈഫ് സേവിങ്. കൺക്ലൂഡിംഗ് റിമാർക്സ് ഡോക്ടർ പി ടി തമ്പി. ഡിസ്കഷൻ വളരെ പ്രയോജനപരമായി കാണും എന്ന് കരുതുന്നു. നമ്മുടെ കഴിഞ്ഞ ഡോക്ടർ സുനിലിൻ്റെ ടോക്ക് കഴിഞ്ഞ അനേകം ആളുകൾ വിവിധ മാധ്യമങ്ങളിൽ കൂടി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ടോക്കിനുള്ള ക്രമീകരണം ചെയ്തത്. അതിന് പ്രത്യേകമായിട്ട് ഡോക്ടർ സുനിലിനോട് ഞാൻ നന്ദി പറയുന്നു, YMCA മെഡിക്കൽ കമ്മിറ്റിയുടെ നാമത്തിൽ. ഇന്ന് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തന്ന ജോയിക്കും പ്രസിഡൻറ്റ് ഡോക്ടർ ഐപ്പിനും ഒക്കെ വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഹാരിസിനും നന്ദിയുണ്ട് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തതിന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.